നമസ്കാരം. ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തലിനാണ് US ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുമെന്നുള്ള പ്രഖ്യാപനം യാഥാർത്ഥ്യമാക്കാൻ ട്രംപ് ഭരണകൂടം ഒട്ടും സമയം പാഴാക്കുന്നില്ല. ഇതിന്റെ ഭാഗമായി ഇന്ത്യയിൽ ഉൾപ്പെടെ അനധികൃത കുടിയേറ്റക്കാരെ വഹിച്ചുകൊണ്ടുള്ള വിമാനം പറന്നിറങ്ങി. US സൈനിക വിമാനം C-17 ആണ് അമൃത്സറിലെ ശ്രീ ഗുരു രാംദാസ് ജി അന്തർദേശീയ വിമാനത്താവളത്തിൽ എത്തിയത്. 25 സ്ത്രീകളും 10 കുട്ടികളും ഉൾപ്പെടെ 104 അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. കുടിയേറ്റക്കാരുടെ എണ്ണം പോലെ തന്നെ ഈ നടപടിയെ ശ്രദ്ധേയമാക്കുന്ന മറ്റൊന്നുണ്ട്. അത് US നാടുകടത്തലിന് ഉപയോഗിക്കുന്ന വിമാനത്തിന്റെ കാര്യത്തിലാണ്. സൈനിക വിമാനങ്ങളാണ് കുടിയേറ്റക്കാരെ നാടുകടത്താൻ ട്രംപ് ഭരണകൂടം ഉപയോഗിക്കുന്നത്. സാധാരണയായി യുദ്ധമേഖലകളിലും ദുരന്ത നിവാരണത്തിനു വേണ്ടി കരുതി വെച്ചിരുന്ന ഈ വിമാനങ്ങൾ ഇപ്പോൾ നാടുകടത്തൽ നടപടികൾക്ക് വേണ്ടിയും ഉപയോഗിക്കുകയാണ്. ഇതിന് ചെലവ് താങ്ങേണ്ടി വരുന്നത് അമേരിക്കയിലെ നികുതിദായകരാണ്. സൈനിക വിമാനങ്ങളിൽ ആളുകളെ നാടുകടത്തുന്ന നടപടി സാധാരണ വിമാനങ്ങളിൽ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിന് നൽകേണ്ടി വരുന്നതിനേക്കാൾ 5 ഇരട്ടി ചെലവ് വരുമെന്നാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നിട്ടും പിന്നെ എന്തിനാണ് ട്രംപ് ഭരണകൂടം സൈനിക വിമാനങ്ങൾ ഉപയോഗിക്കുന്നത്? ഓരോ കുടിയേറ്റക്കാരനെയും നാടുകടത്തുന്നതിന് എത്ര രൂപ ചെലവാകും? അതിനുള്ള ഉത്തരങ്ങളും ഇങ്ങനെയാണ്. സാധാരണയായി US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് അഥവാ ICE ഇത്തരം നടപടികൾക്കായി പാസഞ്ചർ വിമാനങ്ങളുടെ സാമ്യമുള്ള വാണിജ്യ ചാർട്ടർ ഫ്ലൈറ്റുകൾ ഉപയോഗിച്ചാണ് അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുന്നത്. എന്നാൽ ഇപ്പോൾ നാടുകടത്തുന്നതിനായി C-17, 2 C-130E എന്നീ കൂറ്റൻ സൈനിക വിമാനങ്ങളാണ് ഉപയോഗിക്കുന്നത്. കണക്കുകൾ പ്രകാരം നേരത്തെ നടന്ന 10 മണിക്കൂർ സമയമെടുത്ത ഗ്വാട്ടിമാലയിലേക്കുള്ള നാടുകടത്തൽ നടപടിയിൽ ഒരു കുടിയേറ്റക്കാരന് ഏകദേശം $4,675 ചെലവ് വരുന്നത്. ഇന്ത്യൻ രൂപയിൽ 4 ലക്ഷത്തോളം വരും ഇത്. കണക്ക് കൂട്ടുമ്പോൾ അമേരിക്കൻ എയർലൈൻസിൽ ഒരു വശത്തേക്ക് മാത്രമുള്ള ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിന്റെ 5 ഇരട്ടിയോളം വരുമെന്ന് ഇതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നു. C-17 മിലിറ്ററി ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് പ്രവർത്തിപ്പിക്കുന്നതിന് മണിക്കൂറിന് $28,500 ചെലവ് വരും. ഇന്ത്യൻ രൂപയിൽ 24 ലക്ഷം രൂപ. 12 മണിക്കൂറിലധികം സമയം വേണ്ടി വരുന്ന ഇന്ത്യയിലേക്കുള്ള വിമാനമാണ് ഇതുവരെയുള്ളതിൽ ഏറ്റവും ദൈർഘ്യമേറിയത്. അങ്ങനെയെങ്കിൽ 18,000 ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാൻ US സർക്കാരിന് കോടികൾ ചെലവാക്കേണ്ടി വരും. മിക്ക രാജ്യങ്ങളിലെയും കുടിയേറ്റക്കാരെ തിരിച്ചയക്കാൻ ഇതുപോലെ ഭീമമായ ഫണ്ട് ചെലവാക്കേണ്ടി വരുമെന്ന് നേരത്തെ മുന്നറിയിപ്പ് ലഭിച്ചിരുന്നു. ഗ്വാട്ടിമാല, പെറു, ഹോണ്ടുറാസ്, ഇക്വഡോർ തുടങ്ങിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്കും കുടിയേറ്റക്കാരുമായി വിമാനം പുറപ്പെട്ടിരുന്നു. എന്നിരുന്നാലും എല്ലാ രാജ്യങ്ങളും ഈ വിമാനങ്ങളെ സ്വാഗതം ചെയ്യുന്നുമില്ല. കൊളംബിയയിലേക്ക് അയച്ച 2 വിമാനങ്ങൾ അവിടെ ഇറക്കാൻ രാജ്യം അനുമതി കൊടുത്തില്ല. ഇവിടെ നിന്നുള്ളവരെ കൊണ്ടുപോകാൻ കൊളംബിയ 2 വിമാനങ്ങൾ അയച്ചു കൊടുക്കുകയായിരുന്നു. അമേരിക്കയെ ആക്രമിച്ച അന്യഗ്രഹ ജീവികൾ, കുറ്റവാളികൾ എന്നിങ്ങനെയായിരുന്നു അനധികൃത കുടിയേറ്റക്കാരെക്കുറിച്ച് ട്രംപ് ആവർത്തിച്ച് പരാമർശിച്ചിരുന്നത്. വിലങ്ങുകൾ അണിയിച്ച് കുടിയേറ്റക്കാരെ സൈനിക വിമാനങ്ങളിൽ കയറ്റി അയക്കുന്നതിലൂടെ കുറ്റകൃത്യങ്ങളിൽ കർശന ശിക്ഷ എന്ന സന്ദേശം നൽകുകയാണ് ട്രംപ് എന്നാണ് വിലയിരുത്തൽ. അടുത്തിടെ ഒരു പൊതുപരിപാടിയിൽ ട്രംപ് സംസാരിക്കവേ ചരിത്രത്തിലാദ്യമായി ഞങ്ങൾ നിയമവിരുദ്ധ കുടിയേറ്റക്കാരെ കണ്ടെത്തി, അവർ വന്ന സ്ഥലങ്ങളിലേക്ക് സൈനിക വിമാനങ്ങളിൽ അവരെ തിരികെ അയക്കുകയും ചെയ്തു. ഞങ്ങൾ വിഡ്ഢികളാണെന്ന് കരുതി ചിരിച്ചുവെങ്കിലും വർഷങ്ങൾക്ക് ശേഷം ബഹുമാനിക്കപ്പെടുന്നുവെന്നും ട്രംപ് പറയുകയുണ്ടായി. ജനുവരി 24 വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ഗ്ലീവിൻ കൈകൾ കെട്ടിയ കുടിയേറ്റക്കാരെ ഒന്നിച്ച് ബന്ധിപ്പിച്ച് ഒരു സൈനിക വിമാനത്തിലേക്ക് നടക്കുന്നതിന്റെ ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് നാടുകടത്തൽ ആരംഭിച്ചു. പ്രസിഡന്റ് ട്രംപ് ലോകമെമ്പാടും ശക്തവും വ്യക്തവുമായ സന്ദേശം നൽകുന്നു. നിങ്ങൾ അനധികൃതമായി അമേരിക്കയിൽ പ്രവേശിച്ചാൽ നിങ്ങൾക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് എക്സിൽ കുറിച്ചിരുന്നു. പഞ്ചാബ്, ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് അമേരിക്കയിൽ നിന്ന് തിരിച്ചയച്ച ഇന്ത്യക്കാരിൽ കൂടുതലെന്നും റിപ്പോർട്ടുണ്ട്. ബ്ലൂംബർഗ് ന്യൂസിന്റെ റിപ്പോർട്ട് പ്രകാരം അമേരിക്കയിൽ ഏകദേശം 18,000 ഇന്ത്യക്കാർ രേഖകളില്ലാതെ താമസിക്കുന്നതായിട്ടാണ് റിപ്പോർട്ട്. 6 വിമാനങ്ങൾ ഇതിനകം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് ട്രംപ് അയച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ട്രംപും തമ്മിലുള്ള ചർച്ചയിൽ ഈ വിഷയം വന്നിരുന്നു. ഇക്കാര്യം വിദേശകാര്യമന്ത്രി S ജയശങ്കറും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും തമ്മിലും ചർച്ച ചെയ്തു. അനധികൃത കുടിയേറ്റക്കാരുടെ കാര്യത്തിലേക്ക് എത്തുമ്പോൾ എന്താണ് ശരിയെന്നത് നടത്തുമെന്നുമായിരുന്നു മോദിയുമായിട്ടുള്ള ചർച്ചകളിൽ ട്രംപ് സ്വീകരിച്ച നിലപാടെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിരുന്നു.